മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സായി. അദ്ദേഹം തന്റെ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വളരെ സങ്കടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം യുദ്ധങ്ങളിൽ തകർന്നു. അദ്ദേഹത്തിന്റെ ജനം ബാബർ മതത്തിൽ കുടുങ്ങി. അവർ അന്ധവിശ്വാസികൾക്കും വിഗ്രഹാരാധനയ്ക്കും അടിമകളായിരുന്നു. ആളുകൾ പരസ്പരം എപ്പോഴും പോരടിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഹീറ പർവ്വതത്തിലെ ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു പ്രവാചകന്. പല രാത്രികളിലും അദ്ദേഹം അവിടെ ചിലവഴിച്ചിരുന്നു. തൻ്റെ ആഴത്തിലുള്ള ചിന്തകളും ആശയങ്ങളും അദ്ദേഹം സർവ്വലോകജ്ഞാനിയായ അള്ളാഹുവുമായി പങ്കുവച്ചിരുന്നു. അതുപോലെയുള്ള ഒരു രാത്രിയിൽ അടുത്തൊന്നും ആരും ഇല്ലാതിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മലക്കിനെ കണ്ടപ്പോൾ പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മലക്ക് അദ്ദേഹത്തോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. പഠിക്കാൻ പോയിട്ടില്ലാതിരുന്ന പ്രവാചകന് എങ്ങനെ വായിക്കാനാകും? എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പ്രവാചകൻ മലക്കിനോട് പറഞ്ഞു. പെട്ടെന്ന് മലക്ക് അദ്ദേഹത്തെ ഉയർത്തിയെടുത്ത് അമർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, വായിക്കുക. എനിക്ക് വായിക്കാൻ അറിയില്ല, പ്രവാചകൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. മലക്ക് അദ്ദേഹത്തെ ഒന്നുകൂടി ഞെക്കിപ്പിടിച്ചു. അപ്പോൾ നബിതങ്ങൾ തളർന്നുപോയി. മലക്ക് പറഞ്ഞു, വായിക്കുക. നിന്റെ നാഥന്റെ നാമത്തിൽ മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിന്റെ നാഥൻ അത്യധികം ശ്രേഷ്ഠനാണ്. അവൻ പേനയുപയോഗിച്ച് എഴുതാൻ പഠിപ്പിക്കും. ഒന്നും അറിയാത്തവനാണെങ്കിൽ പോലും. പ്രവാചകൻ വിറയ്ക്കുന്ന ഹൃദയത്തോടെ ആ വാക്കുകൾ ആവർത്തിച്ചു. താൻ അനുഭവിച്ച ആ സംഭവത്തിന്റെ അമ്പരപ്പിൽ അദ്ദേഹം വീട്ടിലേക്ക് പോയി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്നെ പൊതിയുക. ഇത് പറയുമ്പോൾ അദ്ദേഹം ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭയം മുഴുവനായും നീങ്ങുന്നതുവരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ ഒരു പുതപ്പ് കൊണ്ട് മൂടി. സംഭവിച്ചത് എന്താണെന്ന് പ്രവാചകൻ വിശദീകരിച്ചു. അദ്ദേഹം പൂർത്തിയാക്കിയപ്പോൾ ഭാര്യയോട് ചോദിച്ചു, എനിക്ക് ഭ്രാന്തായെന്ന് തോന്നുന്നുണ്ടോ? അത്തരം ഒരു കാര്യം സംഭവിക്കില്ല. അവർ മറുപടി നൽകി, അള്ളാഹു അത് തടയും. അങ്ങ് പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഒരു ഉറച്ച വിശ്വാസിയാണ്. തുടർന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ബന്ധുവായ വരാവ ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം വൃദ്ധനും അന്ധനുമായിരുന്നു. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ നന്നായിട്ടറിയാമായിരുന്നു. അദ്ദേഹം ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. പ്രവാചകന് സംഭവിച്ച കാര്യം അവർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞു. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന പരിശുദ്ധാത്മാവാണ്. അദ്ദേഹം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവാചകനാകും. ധീരനായിരിക്കാൻ അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം തുടർന്നും വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹം ഓർത്തുവയ്ക്കുകയും അനുയായികൾക്ക് അത് ആട്ടിൻ തോലിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ജനങ്ങൾക്കും കേൾപ്പിക്കണമെന്ന് അദ്ദേഹത്തിന്